ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഈ ഭാഗത്തെ ഞാൻ ഓർപ്പിച്ചല്ലോ, പ്രധാന വിഷയം എന്ന് പറയുന്നത് ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന്റെ ജനമായിരിക്കുന്ന, ദൈവസഭയായിരിക്കുന്ന നമ്മൾ ദൈവത്തിൽ ആശ്രയം വയ്ക്കണം. പൂർണ്ണമായിട്ടും നമുക്ക് ആശ്രയിക്കുവാൻ ദൈവത്തിങ്കൽ കഴിയണമെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവവചനം പഠിക്കുമ്പോൾ പല വിധത്തിലുള്ള ആശ്രയങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പല ആശ്രയങ്ങൾ വേദപുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവയേക്കാൾ ഏറ്റവും അധികമായി ആശ്രയിപ്പാൻ കൊള്ളാകുന്നത്, ആശ്രയം വയ്ക്കുവാൻ കഴിയുന്ന ഒരിടം, അത് ദൈവസന്നിധിയാണ്, അല്ലെങ്കിൽ ദൈവത്തിങ്കലാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കുക, വേദപുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 118 സങ്കീർത്തനം അതിന്റെ 8-9 വാക്യങ്ങൾ, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ ആശ്രയത്തെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? അവിടെ നമ്മൾ വായിക്കുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രമുഖന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഒന്നാമതായി, പലപ്പോഴും നമ്മൾ പരാശ്രയത്തിൽ ആഗ്രഹിക്കുന്നവരാണ്, പരാശ്രയം ആഗ്രഹിക്കുന്നവരാണ്, അല്ലെ? പരാശ്രയം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ 2 കാര്യം പറയുന്നത്. ഒന്ന്, മനുഷ്യരിൽ ആശ്രയിക്കുന്നത് പരാജയമാണ്, അതിനേക്കാൾ നല്ലത് ദൈവത്തിങ്കൽ ആശ്രയിക്കുന്നതാണ്. 2, പ്രമുഖന്മാരിലാണ് നമ്മൾ ആശ്രയിക്കുന്നുവെങ്കിൽ അതും പരാജയമാണ്, അതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ന്റെ 5 കൂടെ വായിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യരെ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. നോക്കുക, പരാശ്രയത്തിൽ ഒരുവൻ അകപ്പെടുമ്പോൾ അവൻ ഹൃദയം കൊണ്ട് ദൈവത്തിങ്കൽ നിന്നും അകന്നു പോകുന്നു, ദൈവത്തെ വിട്ടുമാറുന്നു എന്നാണ് ആ വാക്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ദൈവത്തിങ്കലുള്ള ആശ്രയം നഷ്ടപ്പെടുമ്പോൾ, ദൈവത്തിങ്കലുള്ള ആശ്രയം പൂർണ്ണതയില്ലാതെയാകുമ്പോൾ, ദൈവത്തിങ്കലുള്ള ആശ്രയം വെറും വാക്കുകളിൽ ഒതുങ്ങുമ്പോൾ, കർത്താവിനെ വചനം പഠിപ്പിക്കുകയാണ്, നമ്മൾ ദൈവത്തിങ്കൽ നിന്നും എന്ത് ചെയ്യുകയാണ്? അകന്നു പോകുന്നു എന്നാണ്, ദൈവത്തെ വിട്ടുമാറുന്നു എന്നാണ്. നമുക്കറിയാം, ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തില് ഒരു മകനെ കുറിച്ച് നമുക്കറിയാം. അപ്പന്റെ വീട് വിട്ടുപോയ ഒരു മകൻ, അപ്പനെ വിട്ടുപോയ ഒരു മകൻ. സ്തോത്രം. 2 കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ഒന്ന്, അപ്പനെ വിട്ടുപോയി. 2, അപ്പന്റെ വീട് വിട്ടുപോയി. ഇവന്റെ കയ്യിലുണ്ടായിരുന്ന നന്മകൾ കൊണ്ട് ജീവിക്കാം എന്ന് കരുതി ഇവനിൽ സ്തോത്രം, ഇവന്റെ സമ്പത്തിൽ ആശ്രയിച്ചു. സമ്പത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ ജീവിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതെല്ലാം അവന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി. അടുത്ത് നമ്മൾ അതിന്റെ 15-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം അത് വായിക്കുമ്പോൾ എന്താ അവിടെ വായിക്കുന്നത്? അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അവനെ തന്റെ വയലിൽ പന്നികളെ മേയ്ക്കുവാൻ അയച്ചു. ശ്രദ്ധിക്കണം, ആ ദേശത്ത് സമ്പന്നനായ, ധനവാനായ, ധനാഢ്യനായ ഒരു മനുഷ്യന്റെ ഇളയ പുത്രന് വന്നതായ ഒരു ദുരന്തം. എന്താ സംഭവിച്ചത്? അപ്പനെ ആശ്രയിച്ച് അപ്പന്റെ കീഴിൽ അപ്പന്റെ ഇഷ്ടമകനായി ജീവിച്ചു പോന്ന ഒരുവൻ അപ്പനിൽ നിന്ന് നന്മ അനുഭവിച്ച ശേഷം അതുകൊണ്ട് അവൻ അപ്പനിൽ നിന്ന് ദൂരത്തേക്ക് പോയി, അപ്പന്റെ ഭവനം വിട്ടുപോയി.
ആമേൻ. അവൻ ദുർനടപ്പുകാരനായി ജീവിച്ചു. അപ്പന്റെ ഭവനത്തിൽ മകനായി ജീവിച്ചു. അപ്പന്റെ ഭവനം വിട്ട് സമ്പത്ത് വന്നപ്പോൾ അവന്റെ മകനായിട്ടല്ല അവൻ ജീവിച്ചത്, അവൻ ദുർനടപ്പുകാരനായി ജീവിച്ചു. ആ ഭാഗം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സ്തോത്രം. അവൻ ഒരു ദിവസം അപ്പനോട് അപേക്ഷിക്കുകയാണ്, എനിക്കുള്ള വസ്തുവകകൾ എനിക്ക് തരണം, എന്റെ സമ്പത്ത് എനിക്ക് തരണം. ഞാനതിന് ഒരു പ്രാർത്ഥനയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. താൻ തന്റെ പിതാവിനോട് പ്രാർത്ഥിച്ച് ചോദിച്ചു വാങ്ങി തന്റെ അവകാശങ്ങളെ അപ്പനവന് വീതിച്ചു കൊടുത്തു. അവകാശം കിട്ടുന്നത് വരെ അവൻ മകനായിരുന്നു, അപ്പനെ ആശ്രയിച്ച് ജീവിച്ചവൻ. അവൻ സമ്പത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, ഇനി അപ്പനേക്കാൾ അവന്റെ സ്വന്തം ആശ്രയം അവന്റെ സമ്പത്തിൽ വെച്ചുകൊണ്ട് അവൻ അപ്പനെ വിട്ട് അങ്ങ് ദൂരത്തേക്ക് പോയി. അവൻ അങ്ങ് ദൂരത്തേക്ക് പോയെന്ന് എഴുതിയിട്ടുണ്ട്, ദൂരത്തേക്ക് പോയി. അവൻ അതിന്റെ അർത്ഥം, അപ്പ എനിക്ക് ഇച്ചിരി നന്മയൊക്കെ വന്നു, ഇനി അപ്പന്റെ വീട്ടിൽ ഞാൻ ഇല്ല, ഇനി അപ്പനുമായിട്ടൊരു ബന്ധത്തിന് ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് അവൻ അപ്പനെ വിട്ട് ദൂരത്തേക്ക് പോയി. ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ട് പരാജയം അവന്റെ ജീവിതത്തിന്റെ ആ റിസൾട്ടായി വെളിപ്പെട്ടു വന്നപ്പോൾ അവന് മനസ്സിലായി, ജീവിക്കണമെങ്കിൽ അവൻ ഇവിടെയുള്ള ആരെയെങ്കിലും ആശ്രയിക്കണം. ഒരു പരാശ്രയത്തിലേക്ക് അവൻ അകപ്പെടുകയാ. അങ്ങനെ അവൻ ആ നാട്ടിലുള്ള ഒരു പൗരനെ ചെന്നുകൊണ്ടു അവന് ഏറ്റവും മോശമായ ഏറ്റവും തരം താണ ഒരു പണിക്കായിട്ട് അവയെ പന്നികളെ മേയ്ക്കുവാനായിട്ട് അവനെ പറഞ്ഞു വിടുകയാണ്. പറഞ്ഞതിന്റെ താല്പര്യം ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, ആമേ മറ്റുള്ളവരിൽ ആശ്രയം വയ്ക്കുകയല്ല വേണ്ടത്. ആശ്രയിപ്പാൻ കൊള്ളാകുന്ന ശാശ്വത പാറയാകുന്ന ആമേ കർത്താവ് നമ്മുടെ രക്ഷകനായിട്ടുണ്ട്, നായകനായിട്ടുണ്ട്, നടത്തിപ്പുകാരനായിട്ടുണ്ട്. ആ ദൈവത്തിന്റെ ആശ്രയം വെച്ച് ജീവിക്കുന്ന ഒരുവനെയോ അവൻ കുരുങ്ങിപ്പോകാൻ അനുവദിക്കുന്ന ദൈവമല്ല. ആമേ സ്തോത്രം. അവൻ തളർന്നു പോകാൻ അനുവദിക്കുന്ന ദൈവമല്ല, അവൻ താണു പോകാൻ അനുവദിക്കുന്ന ദൈവമല്ല. ഒരു സിയോൻ പർവ്വതം പോലെ അവനെ സ്വർഗത്തിലെ ദൈവം അവനെ ഉറപ്പിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. 1 തിമോഥെയോസിന്റെ പുസ്തകത്തിലേക്ക് ഒരു വാക്യം വായിക്കാം. 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. നോക്കുക, അവിടെ വായിക്കുന്നത്, എന്നാൽ ഭാവികാലത്ത് അല്ലെങ്കിൽ അന്ത്യകാലമാകുന്ന ഈ കാലയളവിൽ അങ്ങനെ അവിടെ വായിക്കുന്നത് ചിലർ ആരെ ആശ്രയിക്കും? വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളിലും ആശ്രയിക്കും. അന്ത്യകാലത്ത്, ഭാവികാലത്ത് ചിലർ, വരാനിരിക്കുന്ന കാലത്ത് ചിലർ, എല്ലാരും അല്ല. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് ബുദ്ധിയുപദേശം നൽകുകയാണ്, അവന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. സഭയിൽ ഭാവികാലത്ത് ചിലർ സത്യദൈവത്തെ വിട്ട്, സത്യാത്മാവിനെ വിട്ട്, സത്യ ഉപദേശങ്ങളെ വിട്ട് അവരെങ്ങനെയുള്ളവരായി മാറും? വ്യാജ ആത്മാക്കളിലും ഭൂതങ്ങളുടെ ഉപദേശത്തിലും. എന്ന് പറഞ്ഞാൽ തരം കിട്ടിയാൽ ഒന്ന് ചോദിച്ചറിയാൻ പോകുമെന്നാ പറഞ്ഞു. തരം കിട്ടിയാൽ ഒന്ന് കൈ നീട്ടി കൊടുക്കും, കൈരേഖ നോക്കി ഒന്ന് പറയാൻ പറയും. തരം കിട്ടിയാൽ കബഡി നിരത്തുന്നവന്റെ അടുക്കൽ ചെന്നിരുന്നു കൊടുക്കും, ഒന്ന് ഭാവി പ്രവചിക്കാൻ. തരം കിട്ടിയാൽ കള്ളപ്രവാചകന്റെ അടുത്ത് ചെന്ന് തല കുരിച്ചു കൊടുക്കും, തലയിൽ കൈവച്ചൊരു പ്രവചനം പറയാൻ. സ്തോത്രം. വിദേശത്തൊക്കെ പോകുമ്പോ ആകെ ചിലര് ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയും. പ്രാർത്ഥിച്ചിട്ട് പറയും, വല്ലതും കണ്ടോ, വല്ലതും കിട്ടിയോ? എന്നോട് ചോദിച്ചിട്ടുണ്ട്, പാസ്റ്ററെ വല്ലതും കിട്ടിയായിരുന്നോ, വല്ലതും കണ്ടായിരുന്നോ? എന്നാ കാണാനാ? സ്തോത്രം. എനിക്കങ്ങനെ പറയാം, ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ കണ്ടു. എന്നാ കണ്ടു? ഞാൻ കണ്ണടച്ചപ്പോൾ ഇരുട്ടാ കണ്ടേ. അല്ലേ? ഇരിക്കട്ടെ പാസ്റ്ററെ, 10 ദിനാറ് 2250 രൂപയായി നാട്ടില്. അച്ഛനൊരു വെളിവുമില്ല. ഞാൻ പറഞ്ഞ എന്നാ, കണ്ണടച്ചാൽ ഇരുട്ടാ. ആര് കണ്ണടച്ചാൽ ഇരുട്ടാ? ഒരു ദൈവവേദന ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളും അവരുടെ തിരുവചനങ്ങളും അതിന്റെ വെളിപ്പാടുകളും ദൈവം നേരിട്ട് തരും.
ഈ ദൈവദാസൻ ഇവിടെ പറയാറുണ്ട്, എത്രയെത്ര ദർശനങ്ങൾ, എത്രയെത്ര വെളിപ്പാടുകൾ. അങ്ങനെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, രണ്ടുപേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾക്കല്ല രണ്ടുപേർക്കും ദർശനം കിട്ടും. ദൈവത്തിങ്കൽ നിന്ന് അരുളപ്പാട് പ്രാപിക്കണം, ദൈവത്തിങ്കൽ നിന്ന് വെളിപ്പാടുള്ളവരായി മാറണം, ദൈവത്തിങ്കൽ നിന്ന് ആലോചന പ്രാപിക്കണം. ഒരു പ്രവാചകൻ വന്നെന്ന് കേൾക്കുമ്പോൾ വാലും ചുരുട്ടി ഓടരുത്. എന്നെ കുറിച്ചുള്ള ദൂത് കേൾക്കാൻ. എന്റെ പൊന്നു സഹോദര, നിനക്ക് നിന്നെ കുറിച്ച് അറിയാവുന്നതിനപ്പുറം ഈ ലോകത്തിൽ ഒരു പ്രവാചകന്മാർക്കും നിന്നെ കുറിച്ച് അറിയില്ല. എല്ലാം വെളിപ്പെടുവോ? ഇല്ലല്ലേ വാസേ? എല്ലാ കാര്യങ്ങളൊന്നും ആർക്കും ആരെ കുറിച്ചും വെളിപ്പെടുകയില്ല. എനിക്ക് എന്നെ കുറിച്ച് അറിവുള്ളതിനേക്കാൾ അധികം അറിവ് ഒരു പ്രവാചകന്മാർക്കും ഉണ്ടാവുകയില്ല. എനിക്ക് എന്നെ കുറിച്ച് അറിവുണ്ട്. ഞാൻ ആരാണെന്ന് എനിക്കറിയാം, നിങ്ങളെക്കാൾ അധികം. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം. ഒരു പ്രവാചകന്റെ ആവശ്യം അവിടെ ഇല്ല. അന്ത്യകാലത്തും വ്യാജാത്മാക്കളെയോ വ്യാജ പ്രവാചകന്മാരുടെ മുൻപില്, കള്ള ഉപദേഷ്ടാക്കന്മാരുടെ മുൻപില് ആത്മീക ജീവിതം അടിയറവ് വയ്ക്കരുത്. അവരെ സകലതും കേൾക്കുമ്പോൾ കാണുമ്പോൾ ദൈവവചനം ആധാരമാക്കിക്കൊണ്ട് ആ വചനം എടുത്ത് ചിന്തിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് അത് നല്ലതാണോ തീയതാണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ആ കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു. അന്ത്യകാലമാകുമ്പോൾ, ഭാവി കാലമാകുമ്പോൾ ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളിലും ആശ്രയിക്കുമെന്ന് പറഞ്ഞ ചോദിച്ചറിയാൻ പോകും, കൈനോട്ടക്കാരന്റെ അടുത്ത് പോകും, മഷി നോക്കുന്നവന്റെ അടുക്കൽ പോകും. എന്നുവെച്ച് പറയാം, ഞാൻ കൂടെ പോയതാ, കൂട്ടിന് പോയതാ, എന്നെ വിളിച്ചത് കൊണ്ട് ഞാൻ കൂട്ടിന്. അങ്ങനെയൊന്നും അല്ല. ആമേ സ്തോത്രം. പരാശ്രയം അറ്റുപോകുന്നതാണ്. ഇസ്രായേൽ ജനത്തെ കുറിച്ച് യഹോവയാകുന്ന ദൈവം പറഞ്ഞു, നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്ന കരുവേലക നിമിത്തം നിങ്ങൾ നാണിച്ചു പോകും, നിങ്ങൾ ലക്ഷിച്ചു പോകും എന്ന് കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ആവർത്തന പുസ്തകം 32, 37, 39 വേഗം വായിക്കണം. ഒരാൾ യെശയ്യാവ് 42 എടുക്കാം. പെട്ടെന്ന് വായിക്കുക. ആവർത്തനം 32, 37, 39. അപ്പോൾ ശ്രദ്ധ ചെയ്യുന്നേ. ഞാൻ പറഞ്ഞ റഫറൻസ് ഏതാ? ആവർത്തനം വായിച്ചോ. അവരുടെ ബലികളുടെ മേധസ് തിന്നുകയും പാനീയ ബലിയുടെ വീഞ്ഞു കുടിക്കുകയും ചെയ്താൽ ദേവന്മാരും അവർ ആശ്രയിച്ച പാറയും എവിടെ? അവർ എഴുന്നേറ്റ് നിങ്ങളെ സഹായിച്ച് നിങ്ങൾക്ക് ശരണമായിരിക്കട്ടെ എന്ന് അവൻ. അടുത്ത വാക്യം 39. ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല എന്ന് ഇപ്പോൾ കണ്ടുകൊള്ളുവീൻ. എങ്ങനെ? ഞാൻ കൊല്ലുന്നു, ഞാൻ ശീലിപ്പിക്കുന്നു, ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു. എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവരില്ല. ആമേൻ. അവിടെ നമ്മൾ വായിക്കുന്നത്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ദൈവത്തെ കുറിച്ച് ഇസ്രായേൽ സഭയോട് പറയുക. അതുകൊണ്ട് അവരോട് പറയുക, നിങ്ങൾ ബലിപീഠം ചുറ്റിയെടുക്കുന്നു. ആമേൻ. നിങ്ങൾ അനാചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിലോ ആമേൻ നിങ്ങൾ മനസ്സ് വയ്ക്കരുത്. ആമേൻ. അതിൽ നിങ്ങൾ ഭാഗവാക്കുകളാകരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആമേൻ നിങ്ങളുടെ ആശ്രയം നഷ്ടപ്പെട്ടു പോകും. യഥാർത്ഥ പാറയാകുന്ന ക്രിസ്തുവിനുള്ള ആശ്രയം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമുക്ക് ആശ്രയിക്കുവാൻ ഒരിടം, അത് ദൈവസന്നിധി മാത്രമാണ്. വായിക്കാം യെശയ്യാവ് 42, 17. വിഗ്രഹങ്ങളെ ആശ്രയിച്ച് ബിംബങ്ങളോട് ആമേൻ. നോക്കി അവിടെ വായിക്കുന്നത്, ദൈവത്തെ വിട്ട് മറ്റ് ഇതര ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന, അന്യ ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന, ആചാരങ്ങളിൽ വിശ്വസിക്കുന്നവർ, അവിടെ വായിക്കുന്നവർ ലജ്ജിച്ചു പോകും. നമ്മൾ വിചാരിക്കും ഈ ലോക ജീവിതം മാത്രമാണ് ഏറ്റവും ശ്രേഷ്ഠം. അതല്ല, ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. യഹോവയുടെ മുൻപാകെ നിൽക്കുമ്പോൾ ലജ്ജിതരായി നാണിച്ചു പോകാതിരിക്കണമെങ്കിൽ പരാശ്രയത്തിലല്ല, ദൈവാശ്രയത്തിൽ നമ്മൾ ജീവിക്കുന്നവരായിരിക്കണം. ആമേൻ. അടുത്തൊരു ഭാഗം കൂടെ ഓർമ്മയിൽ വേഗം കൊണ്ടുവരാം. 49 സങ്കീർത്തനം 13 വാക്യം.
വേഗത്തിൽ വായിക്കാം. സ്വയാശ്രയക്കാരുടെ ഗതിയാകുന്നു. അപ്പൊ ഇതുവരെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് പരാശ്രയക്കാരെ കുറിച്ചാണ്, മറ്റുള്ളവരിലൂടെ ആശ്രയം വയ്ക്കുന്നവരെ കുറിച്ചാണ്. ഇനി അടുത്തൊരു കൂട്ടരെ കുറിച്ച് പറയുന്നു, സ്വയാശ്രയം. എന്താ സ്വയാശ്രയം എന്ന് പറഞ്ഞാൽ? തന്നിൽ തന്നെ ആശ്രയിക്കുക. തന്നിൽ തന്നെ ആശ്രയിക്കുക. എന്താ തന്നിൽ തന്നെ ആശ്രയിക്കുക? സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, പക്ഷെ സ്വന്തം അറിവിൽ പ്രശംസിക്കുന്നവർ, സ്വന്തം കഴിവുകളിൽ പ്രശംസിക്കുന്നവർ, എന്നെ കൊണ്ട് കഴിയും, സൗന്ദര്യത്തിൽ പ്രശംസിക്കുന്നവര്, പദവികളിൽ പ്രശംസിക്കുന്നവര്, സ്വന്തമായിട്ടുള്ള സമ്പത്തുകളിൽ പ്രശംസിക്കുന്നവര്, ആരോഗ്യത്തിൽ പ്രശംസിക്കുന്നവര്, അവൻ ഇത്തരത്തിലുള്ള ആൾക്കാരെ കുറിച്ച് പറയുകയാണ്. എന്താണ്? സ്വയാശ്രയക്കാരുടെ ഗതി. ആ വാക്യം കൂടെ വായിക്കാം. ആ ആ ആ ആ നോക്കുക, സ്വയാശ്രയക്കാരെ കുറിച്ച് അവിടെ വായിക്കുകയാണ്. ആമേൻ. അവരുടെ ഒടുക്കം, അവരുടെ അവസാനം പാതാളത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർ ദൈവസന്നിധിയിൽ അവർ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സമ്പത്തിൽ ആശ്രയിക്കരുത്, ആരോഗ്യത്തിൽ ആശ്രയിക്കരുത്, സൗന്ദര്യത്തിൽ ആശ്രയിക്കരുത്, നമ്മുടെ കഴിവുകളിൽ ആശ്രയിക്കരുത്. ഇതെല്ലാം ദൈവത്തിന്റെ ദാനം ഓർത്തുകൊണ്ട്, ദൈവത്തിന്റെ കരുതൽ ഓർത്തുകൊണ്ട്, ദൈവത്തിൽ ആശ്രയം വെച്ച് മുൻപോട്ട് പോയ, ആശ്രയിപ്പാൻ കൊള്ളാകുന്നവനിൽ ആശ്രയം വെച്ച, എന്നേക്ക് കുലുങ്ങാതെ നിൽക്കുന്ന ഒരു സിയോൻ പർവ്വതം പോലെ അവനെ ദൈവം നിന്നെ ഉറപ്പിക്കുന്ന ദൈവമാണ്. അത് മാത്രമല്ല, അവൻ ദൈവം തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. ദൈവിക സംരക്ഷണത്തിന്റെ ഉള്ളിൽ ദൈവം നമ്മെ കൊണ്ടുവരുന്നു. അത് മാത്രമല്ല, 4ാമത്തെ വാക്യം എന്താ വായിക്കുന്നത്? അവൻ നന്മ ചെയ്യുന്ന ദൈവമാണ്. നന്മയുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ. 5ാമത്തെ വാക്യം എന്താ വായിക്കുന്നത്? അതിന്റെ അവസാന വാക്യം വായിക്കാം. ആ ആ ആമേൻ. യഹോവയെ ആശ്രയിക്കുന്ന ഇസ്രായേലിനോട് പറയുക, നിന്റെ മേൽ സമാധാനം ഉണ്ടാകും. ആമേൻ. സ്തോത്രം. അപ്പോൾ കുലുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവിക സംരക്ഷണം ദൈവം ചുറ്റുന്നു, തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ നന്മ അനുഭവിക്കുവാൻ കഴിയോ, സമാധാനം പ്രാപിക്കുവാൻ കഴിയോ? ആമേൻ. എന്നാൽ ആമേൻ സ്വയാശ്രയക്കാരുടെ അവസ്ഥയിലേക്ക്, ആമേൻ സ്വയത്തിൽ ആശ്രയം വെച്ചുകൊണ്ട്, ആമേൻ സ്വന്തം വിവേകത്തിൽ ഊന്നിക്കൊണ്ട്, ആമേൻ സ്വയം കഴിവുകളിൽ ആമേൻ പ്രശംസിച്ചുകൊണ്ട് ജീവിക്കുവാനല്ല, ആമേൻ ദൈവത്തിന്റെ പൂർണ്ണമായി ആശ്രയമുള്ളവരായി ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ഇന്ന് പകൽക്കാലം ഈ വചനത്തിലൂടെ ആമേൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അവൻ സമ്പത്തിൽ ആശ്രയിച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവൻ ചെയ്യുന്നതെന്ന് അറിയാമോ? ആമേൻ. സ്തോത്രം. വായിക്കാം. 10ാമത്തെ വാക്യം, 49ന്റെ 10ാം വാക്യം, സങ്കീർത്തനം 49ന്റെ 10ാം വാക്യം വായിക്കാം. ജ്ഞാനികൾ മരിക്കുകയും മൂഢനും മൃഗപ്രായനും ഒരുപോലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടയച്ചു പോവുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ. സമ്പത്തിൽ ആശ്രയിക്കുന്ന സ്വയാശ്രയക്കാരെ കുറിച്ച് പറയുക, ഇതെല്ലാം നമ്മൾ വിട്ടേച്ചു പോകേണ്ടവരാ. സ്തോത്രം. ഈ ഭൂമി ഇവിടെ നിന്ന് ഒരു തരി മണ്ണ് പോലും നമുക്ക് തന്നുവിടുകയില്ല. ഈ ശരീരം മണ്ണാണ്, അത് മണ്ണിലേക്ക് അലിഞ്ഞു ചേരും. ആമേൻ. സ്തോത്രം. ഇതിനപ്പുറത്തൊന്നുമില്ല. ആമേൻ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കിയാലും ഇതൊന്നും നാം കൊണ്ടുപോവുകയില്ല. ആമേൻ. സ്തോത്രം. ഈ ആമേൻ 20,000 ഏക്കറോ 200 ഏക്കറോ 600 ഏക്കറോ ഇതെല്ലാം ഇവിടെ വിട്ടേച്ചു പോകേണ്ടി വരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പണത്തിൽ ആശ്രയം വെച്ച്, സ്വയത്തിൽ ആശ്രയം വെച്ച്, സമ്പത്തിൽ ആശ്രയം വെച്ച്, അവയെ ജഡത്തിൽ ആശ്രയം വെച്ച്, അവയെ കഴിവുകളിൽ ആശ്രയം വെച്ച് ദൈവത്തെ വിട്ടുപോകുവാൻ ഇടയാകരുത്. ആമേൻ. അടുത്ത വാക്യം, തങ്ങളുടെ ഭവനങ്ങൾ ആ ആ ആ ആമേൻ. നോക്കുക, സ്വയാശ്രയക്കാരുടെ ഉള്ളിലിരിപ്പ്, സ്വയാശ്രയക്കാരന്റെ ഉള്ളിലിരിപ്പ് എന്താ? തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറയായി നിൽക്കും. ആമേൻ. ഞാൻ വെച്ച കൊട്ടാരം, ഞാൻ വെച്ച ഈ വീട്, എന്റെ പാർപ്പിടം, എന്റെ വാസസ്ഥലം, ഞാൻ ചത്തുപോയാലും എന്റെ മക്കൾക്ക് എന്നാണ് ഇവർ കരുതുന്നതെന്നാ അവരുടെ ഉള്ളിലിരിപ്പ്. സ്തോത്രം.
ഞാൻ ചത്തുപോയാലും ഇത് എന്റെ പിള്ളേർക്ക്. അങ്ങനെയാ ഇന്ന് ഈ കേരളത്തിൽ കാണുന്ന പെന്തക്കോസ്റ്റിന്റെ പല പ്രസ്ഥാനങ്ങളും മക്കൾക്കും മരുമക്കൾക്കും തീരെഴുതി വച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പൻ ചത്തുപോയാൽ അതേ സ്ഥാനത്ത് അടുത്തയാൾ കയറി ഒരു മകൻ, അതിന്റെ അടുത്ത അവകാശം. ഇങ്ങനെയാ ഇവിടുത്തെ രീതി. ഇവർ ചിന്തിക്കുന്നത് ഞാൻ ചത്തുപോയാലും എന്റെ വാസസ്ഥലങ്ങളും എന്റെ കസേരയും എന്റെ പിള്ളേർക്ക് കിട്ടുമെന്നാ കരുതുന്നത്. എന്നാൽ വചനം പഠിപ്പിക്കുന്ന സ്വയാശ്രയക്കാരാ, നിന്റെ കഴിവിലും നിന്റെ മിടുക്കിലും നിന്റെ പണത്തിലും ആശ്രയിക്കുന്ന സ്വയാശ്രയക്കാര, ബുദ്ധിയില്ലാത്ത മനുഷ്യ. സ്തോത്രം. എന്താ അടുത്ത വാക്യം? എന്നിട്ട് അവരുടെ നിലങ്ങൾക്ക്, ഇവര് സമ്പാദിക്കുന്ന സ്ഥലങ്ങൾക്ക്, നിലങ്ങൾക്ക് ആരുടെ പേരിടുന്നു? അവരുടെ പേര് തന്നെ ഇടുന്നു. ചിലയിടത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ചില നക്കർ അല്ലേ? സാധാരണ ചില നല്ല ആൾക്കാർ ചാകുമ്പോ അവരുടെ പേരില്, ഞാൻ നല്ല മനുഷ്യനായിരുന്നാൽ, നല്ല സ്വാധീനമുള്ള ഒരു മനുഷ്യനാണ്, എന്റെ അണ്ടറിലാണ് എന്റെ ഏരിയ എങ്കില് ഞാൻ ചത്തു കഴിയുമ്പോ ആൾക്കാര് ആ റോഡിനൊരു പേരിടും, സുരേഷ് നഗർ എന്ന്. ഇന്ന് ജീവിച്ചിരിക്കുന്നവർ ഓരോ സ്വന്തം പേരിൽ നഗർ ഉണ്ടായിക്കൊണ്ട് നടക്കുക. സ്വന്തം ചിലർക്ക് അറിയാതിരിക്കും, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. നോട്ടീസിൽ പേര് വെക്കുമ്പോ ഇന്നാരുടെ നഗർ, ആള് ജീവിച്ചിരിക്കുമ്പോഴേ അയാളുടെ പേരില് ഉണ്ടാക്കുകയാണ്. ഇവിടെ തങ്ങളുടെ നിലങ്ങൾക്ക് അവരുടെ പേരിടുന്നു. എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കുകയില്ല, അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. ഇത് സ്വയാശ്രയക്കാരുടെ ഗതി. ഇതെല്ലാം വിട്ടേച്ചു പോകേണ്ടതാ. സ്തോത്രം. ഇന്ന് പകൽക്കാലം 20 സങ്കീർത്തനം 7-8 ചില രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു. അവരെ കുറിച്ച് പറയുന്നവർ വീണുപോയി. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണുപോകാം ദൈവം അനുവദിക്കുകയില്ല. അവർ കുലുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കുകയില്ല. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പരാശ്രയ ജീവിതമല്ല ക്രിസ്തീയ ജീവിതം, സ്വയാശ്രയ ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. യിരെമ്യാവ് 17:7 വായിക്കുമ്പോൾ എന്താണ് ക്രിസ്തീയ ജീവിതം? അതുകൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. വേഗം വായിക്കാം. യിരെമ്യാവ് 17:7. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ. യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും യഹോവയിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മറുഭാഗം, യഹോവയിൽ ആശ്രയിക്കാത്തവൻ ഭാഗ്യം കെട്ടവൻ, സ്വയത്തിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യം കെട്ടവൻ, പരാശ്രയ ജീവിതം നയിക്കുന്നവൻ ഭാഗ്യം കെട്ടവൻ, യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. വായിക്കാം 71 സങ്കീർത്തനം 5 വാക്യം. വേഗത്തിൽ വായിക്കണം. 71:5. യഹോവയായ കർത്താവേ, നീ എന്റെ പ്രത്യാശയാകുന്നു. ബാല്യം മുതൽ നീ എന്റെ ആശ്രയം തന്നെ. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് ബാല്യം മുതൽ നീ എന്റെ ആശ്രയ, പിതാക്കന്മാർ ആശ്രയിച്ചു, ഞാനും ആശ്രയിച്ചു. 22 സങ്കീർത്തനത്തിൽ വായിക്കുന്നത് യഹോവയിൽ ആശ്രയിച്ചത് കൊണ്ട് അവൻ ലജ്ജിച്ചു പോകുക ദൈവം അനുവദിച്ചിട്ടില്ല. പിതാക്കന്മാർ ആശ്രയിച്ച, ഭക്തന്മാർ ആശ്രയിച്ച, അവർ ജീവിതം കഴിച്ച ഈ കർത്താവില് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ ബാല്യം മുതൽ, നല്ല കാലം മുതൽ, ആരോഗ്യമുള്ള കാലം മുതൽ ഈ ദൈവത്തിൽ ആശ്രയം വെക്കുന്നു എങ്കിൽ പലരും പഠിപ്പിക്കുന്നു അവൻ ലജ്ജിച്ചു പോകുക ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 14:3 വായിക്കുമ്പോൾ അപ്പോസ്തലന്മാർ കർത്താവിനെ ആശ്രയിച്ചു, അവർ കർത്താവിലൂടെ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുവാനിടയാ. നീ കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നു എങ്കിൽ ചില അടയാളങ്ങളുടെ ആരംഭം ദൈവം നിന്റെ കരങ്ങളിലൂടെ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ആമേൻ. 125 സങ്കീർത്തനത്തിൽ വന്ന് നമ്മൾ വായിച്ചു. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന, യഹോവയെ ആശ്രയിക്കുന്നവർ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ നിൽക്കുക. 3 വെള്ളിയാഴ്ച നിലനിൽക്കുമെന്നല്ല, 3 മാസം നിലനിൽക്കുമെന്നുമല്ല, എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ. എന്താണ് അനുഗ്രഹം? ഒന്ന്, കുലുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. കോടിളക്കങ്ങളും കൊടുങ്കാറ്റുകളും വിശ്വാസ ജീവിതത്തിനെ ഇളക്കി മറിക്കുവാൻ കടന്നു വരുമ്പോൾ
സർവശക്തനായ ദൈവത്തിന്റെ ആലോചന കുലുങ്ങിപ്പോകുക ദൈവം അനുവദിക്കുകയില്ല. അവയെ സ്തോത്രം, ഹല്ലേലൂയ. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുന്ന ഭക്തന്മാർ ഒരു നാളും കുലുങ്ങിപ്പോവുകയില്ല എന്ന് 15 സങ്കീർത്തനം 5 വാക്യവും 82 സങ്കീർത്തനം 22 വാക്യവും നമ്മൾ വായിക്കുന്നു. ആമേൻ. അനേക പ്രതികൂലങ്ങളിലൂടെ നടുവില് തകർന്നു പോയപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 20:24 ആമേൻ പൗലോസ് അനേക പ്രതികൂലങ്ങളെ കണ്ട ആമേൻ പൗലോസ് പറയുന്നു, ആമേൻ ബന്ധനങ്ങളെ കഷ്ടങ്ങളെ നിരിക്കാൻ കാത്തിരിക്കുന്നു എങ്കിലും ആമേൻ ഞാൻ എന്റെ കർത്താവിൽ ആശ്രയം വയ്ക്കുന്നു. എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ലെങ്കിൽ എനിക്ക് ആശ്രയമായിട്ടുള്ളത് എന്റെ കർത്താവാണ്. ഹല്ലേലൂയ. ആമേൻ. 57:20-21 വായിക്കുന്നത്, ദുഷ്ടന്മാർ സമാധാനമില്ല, അവർ കലങ്ങി മറിയുന്നവരെന്നാണ്. കലങ്ങി മറിയുന്ന കടൽ തിരകൾക്ക് സമമാണ് ദുഷ്ടന്മാർക്ക് സമാധാനമില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങിപ്പോകുക ദൈവം അനുവദിക്കുകയില്ല. നിന്റെ ഭവനത്തിനകത്ത് നീ കുലുങ്ങിപ്പോക, സമൂഹത്തിൽ കുലുങ്ങിപ്പോക ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. ആമേൻ. സ്തോത്രം. എടുത്ത് നമ്മൾ വായിക്കുന്നത്, എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ വചനമനുസരിക്കാത്തവന്റെ അടിസ്ഥാനം മണലിൽ മേൽ അത് ആടി ഉലഞ്ഞ് താഴെ വീഴുന്ന അടിസ്ഥാനമായി മാറുമ്പോൾ ദൈവത്തിൽ ആശ്രയം വെക്കുന്നവരെ കുറിച്ച് പറയുന്നത്, എത്ര പ്രതികൂലം വന്നാലും അവർ വീണുപോകാൻ ദൈവം അനുവദിക്കുകയില്ല. കാറ്റടിച്ചു, നദികൾ പൊങ്ങി, അതിലെ വെള്ളം ഉയർന്നു വന്നു, പ്രവാഹങ്ങൾ കടന്നു വന്നു, പ്രതികൂലങ്ങൾ കടന്നു വന്നു. ആഴമേ പാറമേൽ അടിസ്ഥാനം വിട്ടവൻ താണു പോയില്ല, വീണു പോയില്ല. ഇന്ന് പകൽക്കാലം ആശ്രയം യഹോവയിലായിരിക്കട്ടെ. എത്രയും പകൽക്കാല തീരുമാനമെടുക്കും. എന്റെ ജീവിതം കഷ്ടത നിറഞ്ഞതാണ്, പ്രതികൂലം നിറഞ്ഞതാണ്, തകർന്നു പോയ സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്, വെല്ലുവിളികൾ എന്റെ ജീവിതത്തിലുണ്ട്. ആമേൻ. അതിന്റെ മധ്യത്തില് ആമേൻ സ്തോത്രം, ഞാൻ തകർന്നു പോകുവാൻ താഴ്ന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. എനിക്ക് ആശ്രയം വയ്ക്കുവാൻ ഈ ലോകത്തിൽ ആരുമില്ല. ഈ ലോകത്തിന്റെ ആശ്രയങ്ങളെല്ലാം എനിക്ക് അറ്റുപോ. ദൈവത്തിലുള്ള ആശ്രയം മാത്രമാണ് നിലനിൽക്കുന്നത്. ആ ദൈവിക ആശ്രയത്തിൽ മുൻപോട്ട് പോകുവാൻ ഇന്ന് പകൽക്കാലം എത്ര പേര് തീരുമാനമെടുക്കുക. എനിക്ക് ആശ്രയം വയ്ക്കുവാനില്ല. ആമേൻ. സ്തോത്രം. ഉയർച്ചകളിൽ എനിക്ക് ആശ്രയം വയ്ക്കുവാനില്ല. ആമേൻ. പൗലോസിനോട് ചേർന്ന് പറ, എന്റെ പ്രാണൻ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. എനിക്ക് ഓട്ടവും എന്റെ കർത്താവിന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു തന്ന ശുശ്രൂഷ തികയ്ക്കണം എന്നേയുള്ളൂ. കഷ്ടതയുടെ നടുവിൽ അവൻ പ്രശംസിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം അവൻ പ്രസംഗിക്കുക പൗലോസിനെ പ്രാപ്തനാക്കി മാറ്റിയത് ദൈവത്തിലുള്ള ആശ്രയമായിരുന്നു. ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് സമർപ്പിക്കാമോ പ്രിയമുള്ളവരെ? കഷ്ടത ജീവിതത്തിലുണ്ട്, കണ്ണുനീർ ജീവിതത്തിൽ കടന്നു വരും. ഈ ലോകത്തിന്റെ ആശ്രയങ്ങൾ ഇളകിപ്പോകും, ഈ ലോകത്തിന്റെ ആശ്രയങ്ങൾ നിന്നു പോകും, ഈ ലോകത്തിന്റെ ആശ്രയങ്ങൾ പരാജയപ്പെട്ടു പോകും. ഇന്ന് ആശ്രയമായി നിൽക്കുന്നവരല്ല, ആശ്രയം ആമേൻ നമ്മിൽ നിന്ന് അകന്നു പോകുമ്പോൾ ആശ്രയമറ്റവരായി നമ്മൾ തള്ളപ്പെട്ടു പോകും. അതുകൊണ്ട് ഈ പകൽക്കാലം ആശ്രയിപ്പാൻ കൊള്ളാകുന്ന ഒരുവൻ അത് കർത്താവ് മാത്രമാണ്. നരിക്കുമ്പോൾ ഞാൻ നിന്നെ ചുമക്കാം, വേറെ ക്ഷയിക്കുമ്പോൾ നിന്നെ തള്ളിക്കളയുകയില്ലെന്ന് പറഞ്ഞവൻ. ആരോഗ്യം ക്ഷയിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മെ വിട്ട് മാറി പോകും. എന്നാൽ ദൈവം പറയുന്നു, ഇല്ല, ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല. ലോകാവസാനത്തോളം ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈ ലോകം അവസാനിച്ചാലും നിന്റെ കൂടെ ഞാനുണ്ട്. ഒരു നാളും നീ അനാഥന അല്ല, ഒരു നാളും നീ ഒറ്റപ്പെടുകയില്ല. ഇന്ന് പകൽക്കാലം ആശ്രയം ദൈവത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.